അച്ഛൻ ഞാനേ പിന്നെ വിളിക്കാവേ, വർക്കിൽ കയറാൻ സമയം. ആ അമ്മയെടുത്ത് പറഞ്ഞേക്ക്, ഞാൻ വൈകിട്ട് വിളിക്കാം. ഓക്കെ ശരി. ഇതെപ്പോൾ ഒരു വീഡിയോ കോള് എന്താ പോയില്ലേ? ചുമ്മാ വിളിച്ചാ, എന്നാ ഓഫായിരുന്നു, ബോറടിച്ചപ്പോൾ. ഞാൻ ഇപ്പം നിന്നെ പറ്റി ഓർത്തോളൂ. പിന്നെ ഞാൻ നേരിട്ട് കാണാൻ പറ്റുക? കാണാം, നെക്സ്റ്റ് വീക്കാ ഉറപ്പായിട്ടും. ഓക്കെ. എന്നാ ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. കുളിച്ചിട്ടോ? നീ പോയി കുളിച്ചോ. എന്തിനു ഫോൺ കട്ട് ചെയ്യണേ? ഇല്ല അത് പറ്റത്തില്ല. ഇല്ല അല്ലേ വേണ്ട, ഇവിടുന്ന് ഡ്രസ്സ് ഒന്ന് മാറാം. ഒന്ന് ഡ്രസ്സ് മാറ്റി വെക്കോ. എനിക്ക് ഫസ്റ്റ് താൻ വരൂ. ഞാനൊരു നീ വരുമോ? എന്നിട്ട് ഞാൻ ഉറപ്പായിട്ടും. ശരിക്കും. എന്താ രാവിലെ പണിസ്ഥലത്ത് പോലും സമാധാനം തരില്ല. എന്താടാ ആകെ ലോക്കായിട്ടിരിക്കുക. ഞാൻ ഒരുത്തന്നെ വീഡിയോ കോൾ ചെയ്തു. അവളിപ്പോൾ ആ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് എനിക്ക് അയച്ചിട്ട് എന്താ ഭീഷണിപ്പെടുത്തോണ്ടിരിക്കുക. തന്നെ ചെയ്യേണ്ടതൊരു ഐഡിയ ഇല്ല. കണ്ടു നോക്കി. എന്താ പൊന്നു രാഹുല്, നീ ഇത് എവിടുന്നാ പരിചയപ്പെട്ട? അവിടെ ഇൻസ്റ്റ വഴി പരിചയപ്പെട്ടതാ. എന്താ നീ മണ്ടനാണാടാ? നീ എന്തർത്ഥത്തിലാണ് ഇതൊക്കെ കാണിച്ചത്? കുടുംബത്ത് ചെയ്തു പോയതാ. നീ നൂറാളൊരു വഴി പറഞ്ഞാട്ടെ. നീ ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റുന്ന പറ. എന്തെങ്കിലും ചെയ്യാ. മോനെ എന്താ ഇത്ര ലേറ്റ് ഈശ്വരൻ? മോനെ ഒരു 10 മിനിറ്റും കൂടി നിനക്ക് വരും. അതിനുള്ളിൽ ക്യാഷ് അക്കൗണ്ടിൽ വന്നിട്ടില്ലെങ്കിൽ പിന്നെ വരാൻ പോകുന്ന എല്ലാം കണ്ടറിയും. ഫണ്ട് കൊടുത്ത് ഒഴിവാക്കാൻ നോക്കും. മാനം പോകുന്ന കേസാണ്. ഹലോ, ഒന്ന് വീഡിയോ കോൾ വരാമോ? വരാമല്ലോ. ഹായ്. ഞാൻ വീഡിയോ കോൾ വരാൻ പറഞ്ഞാൽ വേറെ ഒന്നും ഉണ്ടല്ലോ കേട്ടോ. ഞാൻ കാര്യത്തിലോട്ട് വരാം. നമുക്ക് എന്താ മീറ്റ് ചെയ്യാൻ പറ്റിയ? നമുക്ക് നെക്സ്റ്റ് വീക്ക് കാണാം. നെക്സ്റ്റ് വീക്ക് കാണാം. പിന്നെ വേറെന്താ? വേറൊന്നുമില്ല. ഞാനൊരു 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വിളിക്കട്ടെ. എനിക്കൊന്ന് ഫ്രഷ് ആവണമായിരുന്നു. അതിനെന്തിനാ കട്ട് ചെയ്യുന്നത്? എന്തിനാ? ഇവിടുന്നല്ലേ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പോയപ്പോഴേ. അത് ശരിയാകത്തില്ല. അത് ശരിയാകത്തില്ല. താൻ മാറും ഫസ്റ്റ്. ഞാൻ വരണോ? ഞാൻ വരാം, കുഴപ്പമൊന്നുമില്ല. ദൂരം നിന്നെ അറിയാം, നിന്റെ അച്ഛനെ അറിയാം, നിന്റെ വീട്ടു പേര്, സ്ഥലപ്പേര്, നിന്റെ എല്ലാം അറിയാം. എന്തിന് നിന്റെ അച്ഛൻ്റെ ഫോൺ നമ്പർ വരെ എൻ്റെ. നീ ഫണ്ട് അയച്ചോ? എടാ എൻ്റെ കയ്യിൽ ഒരാളുണ്ടാ. സംഭവം നിന്നെക്കാട്ടിയും വള്ളിയാണ്. പക്ഷെ അവൻ വിചാരിച്ച എന്തെങ്കിലും നടക്കും. നമുക്ക് അവനെ ഒന്ന് വിളിച്ചു നോക്കാം. ടെൻഷൻ അടിക്കില്ല, നമ്മൾ സെറ്റ് ചെയ്യാം. നമ്മളൊരു ഫ്രണ്ടാണ്, പിന്നെ ആകെ പെട്ടിരിക്കുകയാണ്. എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചെയ്തു കൊടുക്കും. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാലേ, ഒരു പെണ്ണ് കാരണം ഞാനിപ്പോൾ ആകെ ലോക്കായിട്ടിരിക്കുക. എന്നൊരു കാര്യം ചെയ്യും, ആ പെണ്ണിൻ്റെ ഫേക്ക് ഐ ഡിയും നമ്പറും താ, ബാക്കി ഞാൻ സെറ്റ് ചെയ്യാം. ഇനി ഡീല് ഞാൻ പറയാം. നീ എൻ്റെ അടുത്ത് മേടിച്ച 50,000-ന് പുറമെ ഒരു 50,000 കൂടിയിട്ട് 1,00,000 രൂപ ഇപ്പം എൻ്റെ അക്കൗണ്ടിൽ കിടണം. ഇല്ലാന്നുണ്ടെങ്കിൽ നീ കൊച്ചി കിടന്ന് കണ്ട തന്തയിലായ്മ മൊത്തം ആദ്യം നിന്റെ വീട്ടുകാരെ വിളിച്ചറിയിക്കും.
അതിനുശേഷം ഞങ്ങൾ എന്തൊക്കെ ചെയ്യാമെന്ന് അറിഞ്ഞാൽ മോൾ അതൊന്നും നിന്നെ കൊണ്ട് താങ്ങാൻ പറ്റൂല. അതുകൊണ്ട് നീ ഒരു തീരുമാനത്തിട്ട് വിളിക്കും. ഓക്കെ? എടോ പറഞ്ഞിട്ട് ഇപ്പം ഇത്ര സമയമായി, അവൾ ഇതുവരെ ഫണ്ട് അയച്ചിട്ടില്ല. നീ വിളിച്ച് ചോദിക്കടാ. വിളിച്ചോട്ടെ അവളെ. ഇതിപ്പോൾ ഒരു ദിവസം കഴിഞ്ഞല്ലോ, മര്യാദയ്ക്ക് ഫണ്ട് ഇടറി. ഫണ്ടോ? ഫണ്ട് ഞങ്ങൾ മറ്റേ ആഷിക്കിന് ഇട്ട് കൊടുത്തതാണല്ലോ, അവനോടൊന്ന് ചോദിക്കും. എടാ ആഷിക്ക് ഫണ്ട് ഇട്ട് കൊടുത്തു. ആഷിക്കിനാ? ആ, നീ ഒന്ന് വിളിച്ചു നോക്കിയോനെ. ഹലോ ബ്രോ, എന്തൊക്കെയുണ്ട് വിശേഷം? അല്ല ബ്രോ, കാശൊക്കെ എൻ്റെ കയ്യിൽ ഭദ്രമായിട്ട് കിട്ടിയിട്ടുണ്ടേ. ഇനി അതിൻ്റെ പുറകെ വരുമൊന്നും വേണ്ട. അറിയാലോ, വീട്ടിലേക്ക് എൻ്റെ കയ്യിലുണ്ട്. അറിയാലോ. ശരി എന്നാ, ഓക്കെ. ഹലോ, അവനിട്ടുള്ള പണി ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത നിനക്ക് ഞാനൊരു പുതിയൊരു പ്രൊഫൈൽ നിൻ്റെ വാട്സപ്പ് ചെയ്തിട്ടുണ്ട്. അതാണ് നിൻ്റെ അടുത്ത ടാർഗറ്റ്. ഞാൻ ഇതൊക്കെ നിർത്തി മോളെ. നിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എല്ലാം നിൻ്റെ അച്ഛനറിഞ്ഞ സീനല്ലേ. എന്നെ ഒന്ന് വെറുതെ വിടുവോ പ്ലീസ്? അതങ്ങ് ചെയ്താൽ മതി.